നമസ്കാരം. UPI ലൈറ്റ് വാലറ്റിനുള്ള പണം തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാനുള്ള ട്രാൻസ്ഫർ ഔട്ട് ഫീച്ചറുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇറങ്ങുകയാണ്. ഈ മാസം 31-ന് മുമ്പ് നടപ്പാക്കാൻ ബാങ്കുകൾക്കും UPI ആപ്പുകൾക്കും NCPI നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ അംഗങ്ങളും ട്രാൻസ്ഫർ ഔട്ട് ഫീച്ചർ നടപ്പിലാക്കണം. UPI ലൈറ്റ് പ്രവർത്തനരഹിതമാകാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ UPI ലൈറ്റ് ബാലൻസിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ പണം കൈമാറാൻ ഇത് അനുവദിക്കും എന്നാണ് NCPIയുടെ സർക്കുലറിൽ പറയുന്നത്. ഇതുവഴി UPI ലൈറ്റ് പ്രവർത്തനരഹിതമാക്കാതെ തന്നെ അവരുടെ UPI ലൈറ്റ് ബാലൻസിൽ നിന്ന് യഥാർത്ഥ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറാനാകും. ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ ഫണ്ടുകളിൽ മെച്ചപ്പെട്ട നിയന്ത്രണം വാഗ്ദാനം ചെയ്യുന്നതാണ്. കൂടാതെ തടസ്സരഹിതമായ ചെറിയ പേയ്മെന്റുകൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. UPI ലൈറ്റിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ്, ബയോമെട്രിക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പാറ്റേൺ അധിഷ്ഠിത ലോക്ക് എന്നിവയിലൂടെയുള്ള ഒതന്റിഫിക്കേഷൻ ആവശ്യമാണ്. 2025 ഫെബ്രുവരി 21 സർക്കുലർ പ്രകാരം എല്ലാ ഇഷ്വർ ബാങ്കുകളും PSP ബാങ്കുകളും UPI ആപ്പുകളും 2025 മാർച്ച് 31-നകം ഈ മാറ്റങ്ങൾ നടപ്പിലാക്കണം. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഉപയോക്താക്കൾക്ക് UPI ലൈറ്റ് ബാലൻസ് റിപ്ലനിഷ്മെന്റിനായി ഓട്ടോ ടോപ്പ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. ഇത് തടസ്സമില്ലാത്ത ഇടപാടുകൾ ഉറപ്പാക്കുന്നതാണ്. UPI ലൈറ്റിൽ ഓട്ടോ ടോപ്പ് ഇന്റർഫേസ് എന്നതിനെ കുറിച്ച് NPCIയുടെ സർക്കുലർ അനുസരിച്ച് ബാലൻസ് ഒരു നിശ്ചിത പരിധിക്ക് താഴെയാകുമ്പോൾ ഈ സവിശേഷത ഓട്ടോമാറ്റിക്കലായി ഫണ്ട് ട്രാൻസ്ഫർ അനുവദിക്കുന്നുണ്ട്. പുതിയ ട്രാൻസ്ഫർ ഔട്ട് സവിശേഷത ഉപയോക്താക്കൾക്ക് UPI ലൈറ്റ് നിർജ്ജീവമാക്കാതെ തന്നെ അവരുടെ UPI ലൈറ്റ് ബാലൻസിൽ നിന്ന് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പ്രാപ്തമാക്കുന്നതിലൂടെ അവരുടെ ഫണ്ടുകളിൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നുണ്ട്. ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വഴക്കമുള്ളതും സൗകര്യപ്രദവുമാക്കുന്നതാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഒരു ഇടപാടും നടന്നിട്ടില്ലാത്ത അക്കൗണ്ടുകളെ UPI ലൈറ്റ് പ്രവർത്തിപ്പിക്കുന്ന ബാങ്കുകൾ തിരിച്ചറിയും. ഈ നിഷ്ക്രിയ അക്കൗണ്ടുകളിൽ ശേഷിക്കുന്ന ഏതൊരു ബാലൻസും ഉപയോക്താവിന്റെ യഥാർത്ഥ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യാം. ഈ അപ്ഡേറ്റ് നടപ്പിലാക്കുന്നതിനുള്ള അവസാന തീയതി 2025 ജൂൺ 30 ചെറിയ പേയ്മെന്റുകൾക്ക് വേഗത്തിലുള്ളതും പിൻ രഹിതവുമായ ഇടപാടുകൾക്കായാണ് UPI ലൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 ഡിസംബർ 4 RBIയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ഇടപാട് പരിധികളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UPI ലൈറ്റ് വഴി എങ്ങനെ പണം അയക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട UPI ലൈറ്റ് പ്രാപ്തമാക്കിയ ആപ്പ് തുറക്കണം. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ Paytm മുതലായവ. പിന്നീട് UPI ലൈറ്റ് വിഭാഗത്തിലെ പേയ്മെന്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യാം. സ്വീകർത്താവിന്റെ UPI ID നൽകി അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം. തുക ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് UPI പിൻ നൽകാതെ തന്നെ പേയ്മെന്റ് തൽക്ഷണം പൂർത്തിയാക്കാം.